നമസ്കാരം. പഴനിമലയിലെ മുരുക ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ച ഭോഗർ സിദ്ധർ നവപാഷാണം, അതായത് 9 വിഷങ്ങളുടെ മിശ്രിതം കൂട്ടിയിണക്കി ഒരു വിഗ്രഹമാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭോഗർ സിദ്ധരുടെ ക്ഷേത്രമാണ് പാലക്കാട് ചന്ദ്രനഗറിലുള്ള ഭോഗർ സിദ്ധർ ക്ഷേത്രം. സകല ദുരിതദോഷങ്ങളും ഇവിടെ വന്ന് തൊഴുതാൽ മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 18 സിദ്ധരിൽ പ്രധാനിയാണ് ഭോഗനാഥൻ അഥവാ ചൈന സഞ്ചാരിയായ ഭോഗിയങ്. കലിയങ്കിനാഥ സിദ്ധരുടെയും അഗസ്ത്യമുനിയുടെയും ശിഷ്യനാണ് ഭോഗർ. ഭോഗരുടെ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. ഇടയ്ക്ക് നടയടയ്ക്കാറില്ല. വിശേഷ ദിവസങ്ങൾ വെളുത്ത വാവും കറുത്ത വാവുമാണ്. കറുത്ത വാവിന് സർവൈശ്വര്യ പൂജയും വെളുത്ത വാവിന് സർവൈശ്വര്യ അഭിവൃദ്ധി ഹോമവും നടക്കും. ഈ ഹോമം ശാപദോഷ നിവാരണത്തിനു വേണ്ടി നടത്തുന്നതാണ്. 108 മൂലികകളാണ് ഇതിൽ ഹോമിക്കുന്നത്. ഹോമം നടക്കുന്ന സമയം രാവിലെ 10:30 മുതൽ 1 മണി വരെ. കൂടാതെ ഈ 2 ദിവസങ്ങളിലും അന്നദാനവും ഉണ്ടാകും. നമശിവായ, നമസ്കാരം. ഇത് നിൽക്കുന്ന പാലക്കാട് ഭോഗവൻ എന്ന ഭോഗക്ഷേത്രമാണ്. ഭോഗത്തിൽ പഴനിമല മുരുകനെ നവഭാഷണം കൊണ്ടാക്കിയ ആളാണ് ഭോഗർ സിദ്ധൻ. അതിന് കാലം പറയാൻ 5000 വർഷം മുമ്പിൽ നവം എന്ന 9 പാഷാണത്തിൽ അത് പക്വപ്പെടുത്തി നവഭാഷണം ഉണ്ടാക്കിയ മഹാസിദ്ധനാണ് ഭോഗർ സിദ്ധൻ. അപ്പം ഇത് ശാപമുക്തി സ്ഥലമാണ്. എന്താ ശാപമുക്തി വെച്ചാൽ, നമ്മൾ ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിലും അനുഭവത്തിൽ കിട്ടുന്നില്ല. പൂർവ്വകർമ്മ ശാപം, പിതൃശാപം, മാതാപിതാ ഗുരു ദൈവം എന്നാണ്. നമുക്ക് ഭൂമിയിൽ വരുന്ന കാരണം അച്ഛൻ അമ്മയാണ്. അവർ ശപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജാതകം എത്ര യോഗം ഉണ്ടെങ്കിലും ജാതകത്തിൽ നമുക്ക് ഫലം കിട്ടില്ല. പിന്നെ സ്ത്രീ ശാപം, ആ ശാപം ഉണ്ടെങ്കിലും നമുക്ക് ജാതകം യോഗമുള്ള ജാതകമാണ്, പക്ഷേ ഫലം കിട്ടുന്നതിന് എന്ത് പരിഹാരം ചെയ്തപ്പോൾ ശാപ ശക്തി കൂടുതൽ. പിന്നെ നാഗശാപം, ശാപശാപം. അപ്പോൾ ശാപങ്ങൾ പലതുണ്ടെങ്കിൽ ഈ പ്രധാന 3 ശാപത്തിലാണ് ശക്തി കൂടുതൽ. ഭോഗരുടെ അമ്പലം തുടങ്ങിയ തൊട്ടിട്ട് ഞങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കുടുംബത്തിനും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഒരുപാട് വിശ്വാസമാണ്. മകന് ജോലിയില്ലാതെ ഇരുന്നത് സ്വാമിയാണ് അതിനുള്ള പ്രതിവിധികളും. മകനിപ്പോൾ നല്ല ഇതിൽ തന്നെ ഇരിക്കുന്നത്. മോളുടെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഭോഗർ സ്വാമിയുടെ അനുഭവത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദിവസവും ഇത് മുടങ്ങാതെ എല്ലാ പൂജകൾക്കും ഭോഗരുടെ അടുത്ത് വന്ന് ഞങ്ങൾ തൊഴാറുണ്ട്. ഇത് കർമ്മമുക്തി സ്ഥലം എന്ന് പറയും. ഈ ശാപങ്ങളും ദോഷം വിട്ട് അകലുമ്പോൾ നമ്മുടെ ജാതക യോഗം പ്രവർത്തിക്കാൻ തുടങ്ങും. എങ്ങനെ ശാപമുക്തി ആവാൻ പറയുകയാണെങ്കിൽ സ്വാമി ഇവിടെ അല്ല വെളുത്തവാവും കറുത്തവാവും ഹോമം പൂജയുണ്ട്. അപ്പോൾ വെളുത്തവാവിന് സർവ്വ ഐശ്വര്യ അഭിവൃദ്ധി ഹോമം നടക്കാറ് കാലത്ത് 10 മണിക്ക്. അപ്പോൾ 101 മൂലിക കൊണ്ട് ചെയ്യുന്ന യാഗമാണ്. ഈ പുക വീഴുമ്പോൾ തന്നെ 108 മൂലിക കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ ദോഷം ശാപമുക്തിയാകും, തടസ്സങ്ങൾ മാറും. ചൊവ്വാകളോട് തരാണെങ്കിൽ ശത്രുദോഷ നിവാരണം, വിവാഹ തടസ്സങ്ങൾ, സന്താന ഭാഗ്യങ്ങൾ, അതേപോലെ തൊഴിൽ അഭിവൃദ്ധി ഇല്ല, വിദ്യയിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കഷ്ടം നിവാരണമാകുന്നില്ല, എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് മേന്മ കിട്ടുന്നില്ല, ഏതോ ഒരു കർമ്മ തടുത്തുകൊണ്ടിരിക്കുകയാണ്. സർവ്വകർമ്മം വിട്ട് അകലുമ്പോൾ നമ്മുടെ യോഗം പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപതിയാണ് ഗുരുഭോഗൻ. അപ്പോൾ ഇവിടെ ചൊവ്വാദോഷങ്ങൾ നിവാരണമാകും,
സർവദോഷം നിവാരണമാകും, ചതുർദോഷം നിവാരണമാകും, നവഗ്രഹ ശാപം നിവാരണമാകും, ശാപങ്ങൾ വിട്ട് നമ്മൾ അകലും. അപ്പോൾ സർവ്വ ഐശ്വര്യ യോഗങ്ങളും തരുന്ന മഹായോഗിയാണ് മഹാസിദ്ധ ഭോഗസിദ്ധൻ. ഇവിടെ ബാലാത്രിപുര ദേവിയുണ്ട്, സർവ്വ അനുഗ്രഹം ഐശ്വര്യം തരുന്ന ദേവിയാണ്. ആ ദേവി എന്ന് വെച്ചാൽ ഇപ്പോൾ സിദ്ധന് സിദ്ധി കിട്ടുകയാണെങ്കിൽ ആ ദേവിയുടെ അനുഗ്രഹം വേണം. അത് സർവം വരം തരുന്ന രീതി ദേവി ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് നമ്മൾ തൊഴുത് വരുമ്പോൾ സർവ്വ അനുഗ്രഹ ഐശ്വര്യങ്ങൾ വരും സ്വാമിയാണ്. എൻ്റെ പേര് ശ്രീനാഥ് വിജയൻ എന്നാണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കഴിഞ്ഞ 3 മാസത്തോളമായി ഈ അമ്പലത്തിൽ എല്ലാ പൗർണമി അമാവാസി പൂജകളിലും പങ്കെടുക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബിലൂടെയാണ്. അപ്പോൾ എനിക്ക് കേരളത്തിൽ അങ്ങനെ കേൾക്കാത്ത ഒരു ക്ഷേത്രം എന്ന രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിലെത്തുന്നത്. അന്ന് പൗർണമി ദിവസം പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത്. ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്ക് സ്വന്തമായൊരു സ്ഥലം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാനത് എന്നോട് ഇവിടെ തിരുമേനി പറഞ്ഞു, എന്താണ് മനസ്സിൽ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഇന്ന് എനിക്കൊരു സ്വന്തമായൊരു സ്ഥലം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലായി എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം. അതുകൂടാതെ തന്നെ എനിക്ക് പല അനുഭവങ്ങളും ഈ ഒരു സമയത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെത്തിയതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ളത്. വളരെ നല്ല അഭിവൃദ്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയാവുന്ന എല്ലാ പൂജകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഗരുഡക്കിഴങ്ങ് എന്ന് പറയുന്നൊരു കിഴങ്ങ് ഞാൻ മേടിച്ച് വീടിൻ്റെ ഉമ്മറത്ത് ഞാൻ തൂക്കിയിട്ടിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഇത്രയും കാലത്തിനുള്ളിൽ എനിക്ക് വളരെ നല്ല അനുഭവം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെത്തിയതിന് ശേഷം അനുഭവപ്പെട്ടിട്ടുണ്ട്. സ്വാമി, ഈ ക്ഷേത്രം ഇന്ന് 5 വർഷം പൂർത്തിയാകുന്നുണ്ട്. 2019 ജൂണിൽ ഫസ്റ്റ് പ്രതിഷ്ഠ. നമ്മൾ ഇന്ത്യൻ്റെ ഫസ്റ്റ് ബോഗസിദ്ധ ടെമ്പിളാണത്. സെക്കൻഡ് ബോഗസിദ്ധൻ ചൈനയിൽ ബോയാങ് എന്ന പേരിൽ മൂപ്പർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ശാപമുക്തി സ്ഥലമായിട്ടും തന്നെ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കിട്ടാന്ന് വെച്ചാൽ ഈ വെളുത്തവാവ് ദിവസങ്ങളിൽ സർവ്വസിദ്ധന്മാർ സൂക്ഷ്മ രൂപത്തിൽ വന്നു പോകുന്നതിനവിടെ. അപ്പോൾ സിദ്ധന്മാരുടെ നമുക്ക് ദർശനം നമുക്ക് അവരെ കാണാൻ പറ്റില്ല. അവർ നമ്മളെ കാണുമ്പോൾ തന്നെ സർവ്വ പാപ വിമോചനം കിട്ടും സ്വാമി. ഗുരുവിൻ്റെ മേലോട്ട് നടക്കുന്ന ഒരു ഇതാണ്. സർവ്വം ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സർവ്വ പൂജകളും ഏത് എടുത്താലും അവർ മേൽക്കോട്ട് തന്നെയാണ് സ്വാമി നടക്കുന്നത്. അപ്പോൾ ഒരു കഷ്ടം മാറുവാണെങ്കിൽ മനുഷ്യൻ നോക്കി മനുഷ്യന് കഷ്ടം നിവാരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിദ്ധന്മാർക്ക് ശക്തിയുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ അഭിവൃദ്ധികളും ഇവിടുന്ന് സർവ്വ മേന്മയും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ബോഗസിദ്ധ സ്വാമിനെ അംഗീകരിക്കുന്നു.